ഹലോ, എന്നാൽ നമുക്ക് കുറച്ച് തുലിപ്സ് പൂക്കളും കുറച്ച് ലീഫുകളും ഉണ്ടാക്കിയാലോ? അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ പണ്ടെപ്പോഴോ ഹോമിയോയിൽ കാണിച്ചിരുന്ന ഒരു മെഡിസിൻ്റെ ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇത് കാണാൻ അല്ലേ? ഇങ്ങനത്തെ ഒരു ചെറിയ ബോട്ടിൽ എടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പിസ്താഷ്യൽസാണ് വേണ്ടത്. പിന്നെ ഇതുപോലത്തെ ഒരു കമ്പിയാണ് വേണ്ടത്. അത് നമുക്ക് ആവശ്യമുള്ള സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു ഗ്ലൂ എടുക്കുക. ശേഷം കമ്പിയുടെ ഒരറ്റൊന്ന് മടക്കി കൊടുക്കുക. ഞാനൊരു ഗ്രിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ടൊരു പിസ്താഷ്യൽ എടുത്തിട്ട് അതിൻ്റെ മേലെ ഗ്ലൂ തേച്ചിട്ട് നമുക്കിത് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇത് കുറച്ച് റിസ്ക്കുള്ള പണിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ചെയ്യുമ്പോൾ. കാരണം ഈ പിസ്താഷ്യൽസ് ഗ്ലൂ തേക്കുമ്പോൾ ഒട്ടി കിട്ടാൻ കുറച്ച് ക്ഷമ വേണം. നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം. തുലിപ്സ് പൂക്കൾ ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ കാണുമ്പോൾ വളരെ സിമ്പിളായിട്ടാണ് തോന്നിയത്. പക്ഷേ ഈ ഒരു സ്റ്റേജ് വളരെ റിസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ഗ്ലൂ തേച്ചിട്ട് ഇതൊന്ന് ഒട്ടി കിട്ടുന്നത് വരെ പിടിച്ച് നിൽക്കണം. പെട്ടെന്നൊന്നും ഒട്ടി കിട്ടില്ല. പിന്നെ കുറച്ച് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ എൻ്റെ തുലിപ്സ് പൂ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ലീഫ് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ ഒരു കമ്പി എടുത്തിട്ട് മാസ്കിംഗ് ടാപ്പ് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് എടുക്കുക. എന്നിട്ട് ഇതൊരു കത്രിക വെച്ച് നമുക്ക് ലീഫിൻ്റെ ആകൃതിയിൽ ജസ്റ്റ് ഒന്ന് വെട്ടിക്കൊടുക്കുക. അപ്പോൾ പൂവും റെഡി, ലീഫും റെഡി. ഇതുപോലത്തെ കുറച്ച് ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള കളറ് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു പിങ്ക് കളറാണ്, ആക്രിലിക് കളറ് വൈറ്റും റെഡും ഇവിടെ മിക്സ് ചെയ്തിട്ടാണ് പിങ്ക് കളർ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. തുലിപ്സ് പൂ ഉണ്ടാക്കുന്നതിന് 4 പിസ്താഷ്യലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ലീഫ് ഒന്ന് കളർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ബ്രഷ് പെന്നാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ആരും ഇങ്ങനെ ചെയ്യരുത്. ബ്രഷ് പെന്ന് വെച്ചിട്ട് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഉണങ്ങി കിട്ടൂല. ഇത് കൈമലൊക്കെ ആകെ പരന്ന് പിടിക്കും. പെയിൻ്റ് അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് എളുപ്പം നോക്കി ചെയ്തതാണ് ബ്രഷ് പെന്നിട്ടിട്ട് കളർ ചെയ്യൽ ലീഫിന്. പക്ഷേ അത് ശരിയായില്ല. അപ്പോൾ ഞാൻ തുലിപ്സ് പൂക്കളൊക്കെ കളർ കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ ലീഫിന് വേറെ കളറും കൊടുത്ത് വെച്ചിട്ടുണ്ട്. ആക്രിലിക് കളറ് ഗ്രീനാണ് കൊടുത്തിട്ടുള്ളത്. അതിന് ഇത് നമുക്കൊന്ന് ഉണക്കിയെടുക്കാം. നമ്മുടെ തുലിപ്സ് പൂക്കളും ലീഫും ഒക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കണ്ട മിനി ബോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു തുലിപ്സ് പൂ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എവിടെയാണെന്ന് വെച്ചാൽ ഈ പിസ്താഷ്യൽ ഒട്ടിക്കുന്ന സ്ഥലത്താണ് എനിക്ക് റിസ്ക് തോന്നിയിട്ടുള്ളത്. ഗ്ലൂ ആണ് പ്രശ്നം എന്ന് തോന്നുന്നു. ഗ്ലൂ പെട്ടെന്നൊന്നും ഒട്ടിക്കിട്ടണില്ല. നിങ്ങൾ ഏതൊക്കെ ഗ്ലൂ ആണ് ഉപയോഗിക്കാറെന്നുള്ളത് കമൻറ്റിലിടുക. പിന്നെ നിങ്ങൾക്ക് ഈ ബോട്ടിലൊന്ന് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഞാൻ തൽക്കാലം അതിൻ്റെ മേലെ വൈറ്റ് ത്രെഡ് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ